ഹായ് ഫ്രണ്ട്സ്, ഇന്ന് കറണ്ട് അഫയേഴ്സ് ആണ് നോക്കുന്നത്. ക്ലാസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കേരളത്തെക്കുറിച്ചും മറ്റുള്ള ക്ലാസ്സുകളൊക്കെ കോഡിലൂടെ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ആ ക്ലാസ്സൊക്കെ ഒന്ന് കാണുക. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. ക്ലാസ്സിലേക്ക് കടക്കാം. ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രിയായി 6ാം തവണയും അധികാരമേറ്റ നേതാവ് ബെന്യാമിൻ നെതന്യാഹു. ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രിയായി 6ാം തവണയും അധികാരമേറ്റ നേതാവ് ബെന്യാമിൻ നെതന്യാഹു. ഹൈഡ്രജൻ ഇന്ധനമായ ട്രെയിൻ അവതരിപ്പിച്ച ആദ്യ ഏഷ്യൻ രാജ്യം ചൈന. ഹൈഡ്രജൻ ഇന്ധനമായ ട്രെയിൻ അവതരിപ്പിച്ച ആദ്യ ഏഷ്യൻ രാജ്യം ചൈന. തേനീച്ചകൾക്കുള്ള ലോകത്തിലെ ആദ്യത്തെ വാക്സിൻ അംഗീകരിച്ച രാജ്യം US. തേനീച്ചകൾക്കുള്ള ലോകത്തിലെ ആദ്യത്തെ വാക്സിൻ അംഗീകരിച്ച രാജ്യം US. സുഡാനിലെ അബേയിൽ UN സമാധാന സേനാ ദൗത്യത്തിന് വനിതകൾ മാത്രമുള്ള സൈനിക സംഘത്തെ നിയോഗിച്ച രാജ്യം ഇന്ത്യ. സുഡാനിലെ അബേയിൽ UN സമാധാന സേനാ ദൗത്യത്തിന് വനിതകൾ മാത്രമുള്ള സൈനിക സംഘത്തെ നിയോഗിച്ച രാജ്യം ഇന്ത്യ. 2022 വേൾഡ് ബ്ലിറ്റ്സ് ചെസ് ചാമ്പ്യൻഷിപ്പിൽ വെള്ളി നേടിയ ഇന്ത്യൻ വനിതാ താരം കൊനേരു ഹംപി. 2022 വേൾഡ് ബ്ലിറ്റ്സ് ചെസ് ചാമ്പ്യൻഷിപ്പിൽ വെള്ളി നേടിയ ഇന്ത്യൻ വനിതാ താരം കൊനേരു ഹംപി. നീതിന്യായ രംഗത്തെ സമഗ്ര സംഭാവനയ്ക്ക് US-ലെ ഹാർവർഡ് ലോ സ്കൂൾ സെൻറ്ററിൻ്റെ അവാർഡ് ഫോർ ഗ്ലോബൽ ലീഡർഷിപ്പ് പുരസ്കാരം നേടിയ ഇന്ത്യൻ ജഡ്ജി ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ്. നീതിന്യായ രംഗത്തെ സമഗ്ര സംഭാവനയ്ക്ക് US-ലെ ഹാർവർഡ് ലോ സ്കൂൾ സെൻറ്ററിൻ്റെ അവാർഡ് ഫോർ ഗ്ലോബൽ ലീഡർഷിപ്പ് പുരസ്കാരം നേടിയ ഇന്ത്യൻ ജഡ്ജി DY ചന്ദ്രചൂഡ്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ യുദ്ധഭൂമിയായ സിയാച്ചിനിൽ നിയമിക്കപ്പെട്ട ആദ്യ വനിതാ ഓഫീസർ ക്യാപ്റ്റൻ ശിവ ചൗഹാൻ. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ യുദ്ധഭൂമിയായ സിയാച്ചിനിൽ നിയമിക്കപ്പെട്ട ആദ്യ വനിതാ ഓഫീസർ ക്യാപ്റ്റൻ ശിവ ചൗഹാൻ. ഇന്ത്യയിലെ താക്കോൽദ്വാര ശസ്ത്രക്രിയയുടെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തി ഡോക്ടർ ടെഹംടൻ ഇ ഉത്വാഡിയ. ഇന്ത്യയിലെ താക്കോൽദ്വാര ലാപ്രോസ്കോപ്പിക് ശസ്ത്രക്രിയയുടെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തി ടെഹംടൻ ഇ ഉത്വാഡിയ. രഞ്ജി ട്രോഫി ക്രിക്കറ്റ് ചരിത്രത്തിൽ ആദ്യമായി ആദ്യ ഓവറിൽ ഹാട്രിക് നേടിയ താരം ജയദേവ് ഉനദ്കട്ട്, സൗരാഷ്ട്ര. രഞ്ജി ട്രോഫി ക്രിക്കറ്റ് ചരിത്രത്തിൽ ആദ്യമായി ആദ്യ ഓവറിൽ ഹാട്രിക് നേടിയ താരം ജയദേവ് ഉനദ്കട്ട്, സൗരാഷ്ട്ര. ലോകത്തെ ഏറ്റവും വലിയ ഹോക്കി സ്റ്റേഡിയമായ ബിർസ മുണ്ട സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഒഡീഷ. ലോകത്തെ ഏറ്റവും വലിയ ഹോക്കി സ്റ്റേഡിയമായ ബിർസ മുണ്ട സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഒഡീഷ. സ്വദേശി ദർശൻ പദ്ധതിയുടെ ഭാഗമായ കേരളത്തിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ കുമരകം, ബേപ്പൂർ. സ്വദേശി ദർശൻ പദ്ധതിയുടെ ഭാഗമായ കേരളത്തിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ കുമരകം, ബേപ്പൂർ. 2023 റിപ്പബ്ലിക് ദിന പരേഡിൽ കേരളം അവതരിപ്പിക്കുന്ന ഫ്ലോട്ടിൻ്റെ വിഷയം സ്ത്രീ ശാക്തീകരണം. 2023 റിപ്പബ്ലിക് ദിന പരേഡിൽ കേരളം അവതരിപ്പിക്കുന്ന ഫ്ലോട്ടിൻ്റെ വിഷയം സ്ത്രീ ശാക്തീകരണം. ഇന്ത്യയിൽ ഡിജിറ്റൽ ബാങ്കിംഗ് നടപ്പാക്കിയ ആദ്യ സംസ്ഥാനമായി പ്രഖ്യാപിക്കപ്പെട്ട സംസ്ഥാനം കേരളം. ഇന്ത്യയിൽ ഡിജിറ്റൽ ബാങ്കിംഗ് നടപ്പാക്കിയ ആദ്യ സംസ്ഥാനമായി പ്രഖ്യാപിക്കപ്പെട്ട സംസ്ഥാനം കേരളം. കേരളത്തിലെ ഇപ്പോഴത്തെ ഫിഷറീസ് സാംസ്കാരിക യുവജനകാര്യ വകുപ്പ് മന്ത്രി സജി ചെറിയാൻ. കേരളത്തിലെ ഇപ്പോഴത്തെ ഫിഷറീസ് സാംസ്കാരികം യുവജനകാര്യ വകുപ്പ് മന്ത്രി സജി ചെറിയാൻ. 2022 മിസ് കേരള സൗന്ദര്യ മത്സരത്തിലെ വിജയി ലിസ് ജെയ്മോൻ ജേക്കബ്. 2022 മിസ് കേരള സൗന്ദര്യ മത്സരത്തിലെ വിജയി ലിസ് ജെയ്മോൻ ജേക്കബ്. 2022 ഓടക്കുഴൽ അവാർഡിന് അർഹനായ സാഹിത്യകാരൻ അംബികാസുധൻ മാങ്ങാട്. കൃതി പ്രാണവായു. 2022 ഓടക്കുഴൽ അവാർഡിന് അർഹനായ സാഹിത്യകാരൻ അംബികാസുധൻ മാങ്ങാട്. കൃതി പ്രാണവായു. ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരതാ ജില്ല. ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരതാ ജില്ല കൊല്ലം. ക്ലാസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്